ഹായ് ഫ്രണ്ട്സ്, വന്ന കറിയുമാണ് മീൻ കറി വെച്ച് ചോറുണ്ടാകുന്ന കണ്ട് മീൻ പീരെ അടുപ്പേ വെച്ചു. ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി എല്ലാം അരിഞ്ഞു നല്ല അടുത്തേ കണ്ടില്ല, നല്ല തിളക്കിയാണ്. എന്നാൽ കരിയാപ്പില ഊരി ഇടാവുന്ന കണ്ട് നോക്കിയപ്പോൾ ആദ്യം ഒന്നും ശ്രദ്ധിച്ചില്ല, കരിയാപ്പില വലിച്ചൂരി. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, കാരണം കരിയാപ്പില പാണ്ടി കരിയാപ്പില നമുക്ക് നാട്ടിൽ കിട്ടുമല്ലോ, ഈ കടയിൽ നിന്ന് മേടിക്കുന്നത്. അതിന് നല്ല വീതിയും വിസ്താരണവും, എന്താ പറയുക, നീളവും വീതിയും വിസ്തീർണവും ഒക്കെ ഉള്ളതല്ലേ. പല വലിയ ഇലയുള്ള കരിയാപ്പിലയുണ്ട്, അതായിരിക്കും എന്ന് വിചാരിച്ച് വലിച്ചൂരിയതാണ്. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ ഒരു സംശയം, ആ ഒരു ഇലയ്ക്ക് എന്താടാ ഇത്ര, പിന്നീട് ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴേക്കും ഉണ്ട് അതിനൊരു ഡിസൈന്. ഇതെന്തായിരിക്കും ഡിസൈൻ എന്നും കണ്ട് ഞാൻ ഇങ്ങനെ ഡിസൈനുള്ള കരിയാപ്പില ഇറങ്ങിയോ? ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ ഒരാഴ്ച ഇവിടെ ഇല്ലായിരുന്നു. ഇനി അത് വല്ലതും ആണെന്നും കണ്ട് ഞാൻ ഒന്നുകൂടെ കണ്ടില്ലേ, ഒന്നുകൂടെ ഞാൻ വൃത്തി നോക്കിയപ്പോൾ എന്തുവാ, ആര്യവേപ്പിൻ്റെ ഇലയാണ്. എൻ്റെ മകളുടെ പരിപാടിയാണ് കേട്ടോ. എന്താ കരിയാപ്പിലയുടെ ഇടയിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിനകത്ത് ആര്യവേപ്പിൻ്റെ ഇല കൊണ്ടുവച്ചു. എന്തിനാ? മുഖം തിളങ്ങാൻ, മുഖത്ത് അരച്ചിടാൻ വേണ്ടി അവൾ ചെയ്ത പരിപാടിയാണ്. അവസാനം അത് ഒരു കറിക്കകത്തിട്ടു. ഇനി ആ കറി കഴിക്കുകയോ ഇല്ലയോ? എന്തായാലും കറി പകുതി വേവായി. ഇനി കഴിച്ചാലും ഇല്ലെങ്കിലും കറി കളയാൻ പറ്റില്ലല്ലോ. ആ കറി കൂട്ടി വേണം ഇന്ന് ഉച്ചയ്ക്ക് ഇനി ചോറുണ്ണാൻ. എന്തായാലും കറി കളയാൻ പറ്റില്ലല്ലോ, അവൾക്കും കൊടുക്കണം. ഇനിയും അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ ആ കയ്പുള്ള കറി അവളും കൂട്ടണം. ഇതാണ് എൻ്റെ അവസ്ഥ ഇന്നത്തെ. അങ്ങനെ ആര്യവേപ്പിൻ്റെ ഇലയിട്ട മീൻ കറിയും രസവും മീൻ വറുത്തതും കൂട്ടി ഞാനും ചോറ് കഴിച്ചു.